തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. റാന്നിയിൽ നിന്നാണ് പ്രശോഭ് എന്ന പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ കേസിൽ ആകെ 6 പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. അതിൽ ആണ് ഇപ്പോൾ ഒരു അറസ്റ്റ് കൂടി ഉണ്ടാകുന്നത്, ഒരു പ്രതി കൂടി കസ്റ്റഡിയിൽ ആയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച എന്ന് തന്നെ പറയാം. കാരണം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പീഡനം ആയിരുന്നു നടന്നത്. അവിടെയാണ് ഇത്തരത്തിൽ 2 പേർ കൂടി പിടിയിൽ ആയിട്ടുള്ളത് എന്ന വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ശശിനാരായണൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശി, ഇപ്പോൾ 2 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. കേസിലാകെ 6 പ്രതികളാണല്ലോ ഉണ്ടായിരുന്നത്. അതിലിപ്പോഴിതാ 4 പേർ പിടിയിലാകുന്ന സാഹചര്യം. ഇനിയുള്ള 2 പേർ എവിടെ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത്? എന്തായിരുന്നു ഈ പ്രതിയുടെ പങ്ക്? അഭിലാഷേ, തിരുവല്ല സ്പാ കൂട്ട ബലാത്സംഗ കേസിൽ ഇപ്പോൾ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് തിരുവല്ല ചുമത്ര സ്വദേശി റാന്നിയിൽ വെച്ച് പിടിയിലായിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ ടീമാണ് ഈ പ്രശോഭരെ പിടികൂടിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം 4 പേർ ആണ് അറസ്റ്റിലായിട്ടുള്ളത്. ഒന്നാം പ്രതി മരണസുവിനും അതുപോലെ തന്നെ ദലിൻദാസ്, ഒപ്പം വരുൺ കുമാർ, അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രശോഭം കൂടി അറസ്റ്റിലായിരിക്കുന്നത്. 4 പേര് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. 2 പേരെ ഇനി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് പിടികൂടാനുണ്ട്. അവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ വിവാദമായ കേസാണ്. സ്വാഭാവികമായും വലിയ രീതിയിൽ ആരോപണങ്ങളും പോലീസിനെതിരെ ഉണ്ടായിരുന്നു. ഗുണ്ടകളും പോലീസും തമ്മിൽ ബന്ധം ഉണ്ടെന്നൊക്കെയുള്ള ആരോപണം നിലനിൽക്കുന്ന കാര്യത്തിലാണ് പോലീസ് ഈ കാര്യത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ കേൾക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടിച്ചിട്ടുള്ളത്. ഈ 2 പേർ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ഇന്നലെ ഇവർ സംസ്ഥാനം വിട്ടെന്നൊക്കെയുള്ള സൂചന ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രശോഭിൽ നിന്നും ചില വിവരങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂട്ടായി ഒന്നിച്ച് ചെയ്തൊരു കൃത്യമാണതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ഈ പ്രതികളെ കുറിച്ച് അറിയാമെന്നാണ് പോലീസ് കൃത്യമായി ഒളിവിലുള്ള പ്രതികളെ കുറിച്ച് കൃത്യമായി വിവരം അറിയാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കേരളം വിട്ടു പോകാനുള്ള സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഉടൻ തന്നെ ഈ പ്രതികളിലേക്ക് എത്തും എന്നുള്ള സൂചന കൂടിയുണ്ട്. ഇനി 2 പേർ മാത്രമാണ് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇനി പിടിയിലാകാനുള്ളത്. അഭിലാഷ്, അതായത് ശശിനാരായണൻ, ഇവർക്കെല്ലാം കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണല്ലോ. അതോടൊപ്പം ഈ പ്രതികൾ ഇപ്പോൾ ഈ 4 പേർ പിടിയിലാകുമ്പോൾ ഇനി 2 പേർ കൂടിയാണുള്ളത്. അപ്പോൾ ഈ പ്രതികൾ ഒരുമിച്ചായിരുന്നില്ല. ഈ കൃത്യത്തിന് ശേഷം പലരും ഈ പോലീസിനെ വെട്ടിക്കുന്നതിന് വേണ്ടി വെവ്വേറെ ഇടങ്ങളിലേക്ക് പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇവർ ഈ സംഭവത്തിന് ശേഷം പലരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു. പിന്നെ ഇവർ ഓരോ സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്തമായ രീതിയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. വിവിധ സ്ഥലങ്ങളിലാണ് ഇവർ ഒളിവിൽ കഴിഞ്ഞിട്ടുള്ളത്. ഓരോ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഓരോ ആളുകളെയും ഇതുപോലെ ആലുവയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വരുൺകുമാറിനെ പിടികൂടിയത്. ഇപ്പോൾ റാന്നിയിൽ നിന്നാണ് പ്രശോഭനെ, തിരുവല്ല ചുമത്ര സ്വദേശി പ്രശോഭനെ പിടികൂടിയിട്ടുള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇവരെ പിടികൂടിയിട്ടുള്ളത്. കാരണം മൊബൈൽ ഫോൺ ഇവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുള്ള സ്വിച്ച് ഓഫ് ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം വലിയ രീതിയിൽ പോലീസ് നടത്തുന്നുണ്ട്. അക്കാര്യത്തിൽ അവസാനം ഇനി 2 പേർ കൂടിയാണ്. ആ 2 പേരുടെ വന്നതിന് ശേഷം 2 പേരും കൂടെ പിടികൂടിയ ശേഷമായിരിക്കും ഈ കേസ് മുഴുവൻ പ്രതികളെയും പോലീസിന് അറസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ കഴിയുള്ളൂ. വലിയ വിവാദമായ ഒരു കേസാണ്. സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ആവശ്യത്തെ കൂട്ടുകെട്ട്, അതുപോലെ തന്നെ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാ സെന്ററുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അത്തരം ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ പ്രതികളെല്ലാം വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. ഒന്നാം പ്രതിയായ സുബിൻ 11ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കാപ്പ കേസ് പ്രതി കൂടിയാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ ക്രിമിനൽ സ്വഭാവമുള്ള പ്രതികളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാത്തതിനെതിരെ വലിയ പ്രതിഷേധം ഈ കഴിഞ്ഞ ദിവസം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തുമെന്ന കാര്യം ഉറപ്പു നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല DSPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുകയും ഒപ്പം പ്രതികളെ ഓരോരുത്തരായി പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തോ 2 പേര് കൂടി ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടാനുണ്ട്. അഭിലാഷേ, പത്തനംതിട്ടയിൽ പട്ടാപ്പകൽ ആയിരുന്നു ഇത്തരത്തിൽ ഈ ഗുണ്ട അഴിഞ്ഞാട്ടം നടന്നത്. ഗുണ്ടകൾ സ്പാ കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടുത്തെ ജീവനക്കാരുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം പീഡിപ്പിക്കുകയുമായിരുന്നു. അതുമാത്രവുമല്ല, ആ പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ അടക്കം പകർത്തുകയും ചെയ്തു. ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ ചില രാഷ്ട്രീയ നേതാക്കൾ കളത്തിലിറങ്ങി എന്ന വിമർശനം ഉയർന്നു. മാത്രവുമല്ല, ഇത്തരക്കാർക്ക് പോലീസ് ആണ് കൂട്ടുനിൽക്കുന്നത്. പോലീസിൻ്റെ അറിവോടുകൂടിയാണ് അവിടെ പലപ്പോഴും ഈ ഗുണ്ടകൾ വിളയാടുന്നത് എന്ന തരത്തിലുള്ള വിമർശനവും നിലനിൽക്കുന്ന പശ്ചാത്തലം. 4 പ്രതികൾ ആണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. 6 പ്രതികളിൽ 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.